റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ തേർഡ് മൊഡ്യൂളിൽ വരുന്ന സൈക്രോമെട്രി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്രോമെട്രിയുടെ ജസ്റ്റ് ഒരു തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈക്രോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഓർ എഞ്ചിനീയറിംഗ് വിച്ച് ഡീൽസ് വിത്ത് മോയ്സ്ചർ ഓർ ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോയ്സ്ചർ. അപ്പോൾ മോയ്സ്റ്റ് എയർ അല്ലെങ്കിൽ ഈർപ്പം നിറഞ്ഞ വായുവിൻ്റെ ഒരു പ്രവർത്തനത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു പഠനത്തിനെയാണ് നമ്മൾ സൈക്രോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്രോമെട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് വിച്ച് ഡീൽസ് വിത്ത് മോയ്സ്റ്റ് എയർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ, പ്രത്യേകിച്ച് എയർ കണ്ടീഷനിങ് ഫീൽഡിൽ ഈ മോയ്സ്റ്റ് എയറിന് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അന്തരീക്ഷ വായുവിലെ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം സൈക്രോമെട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോയ്സ്ചർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് സൈക്രോമെട്രിക് ടേംസ്. അപ്പോൾ അതിലാദ്യം ഡ്രൈ എയറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഡ്രൈ എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനെയാണ് നമ്മൾ ഡ്രൈ എയർ എന്ന് പറയുക. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി ഈ ഡ്രൈ എയറിൻ്റെ പ്രത്യേകത ഇതിലൊട്ടും വാട്ടർ വേപ്പർ ഉണ്ടാവില്ല അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവില്ല. ഈ ഡ്രൈ എയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സങ്കല്പം മാത്രമാണ്. കാരണം നമുക്കറിയാം അന്തരീക്ഷ വായുവിൽ എല്ലായ്പ്പോഴും ചെറിയ അളവിൽ വാട്ടർ വേപ്പറിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അടുത്തത് Moisture is the mixture of dry air and water vapor. The amount of water vapor present in the air depends upon the absolute pressure and temperature of the mixture. അപ്പോൾ moisture എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പറിൻ്റെയും ഡ്രൈ എയറിൻ്റെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ മോയ്സ്ചർ എന്ന് പറയുക. അടുത്തത് സാച്ചുറേറ്റഡ് എയർ ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് ഡ്രൈ എയർ ആൻഡ് വാട്ടർ വേപ്പർ വെൻ ദ എയർ ഹാസ് ഡിഫ്യൂസ്ഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു ഇറ്റ്. അപ്പോൾ സാച്ചുറേറ്റഡ് എയർ എന്ന് പറയുന്നത് ഡ്രൈ എയറിൻ്റെയും വാട്ടർ വേപ്പറിൻ്റെ ഒരു മിക്സ്ചറാണ്. പക്ഷേ ഇതിലെന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വാട്ടർ വേപ്പറിൻ്റെ അളവ് മാക്സിമം ആയിരിക്കും. അതിൽ കൂടുതൽ അളവ് വാട്ടർ വേപ്പറിന് എയറിന് പിന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. അപ്പോൾ ഇപ്പോൾ ഒരു 50 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രിയാണ് ആ എയറിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ ആ 40 ഡിഗ്രിയിൽ ആ എയറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടാവും. ആ വാട്ടർ വേപ്പർ അതിലുണ്ടെങ്കിൽ നമ്മളതിനെ സാച്ചുറേറ്റഡ് കണ്ടീഷനിലായി എന്ന് പറയും. അപ്പോൾ അതിൽ കൂടുതൽ വാട്ടർ വേപ്പർ ഒരിക്കലും അതിന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. പിന്നെ വേപ്പറൈസേഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ കൂടണം. 40 ഡിഗ്രിയിൽ നിന്ന് മുകളിലേക്ക് ഈ പറയുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ വീണ്ടും വേപ്പറൈസേഷൻ നടന്ന് കുറേ കൂടി വാട്ടർ വേപ്പർ ആ എയറിൽ കയറും. അപ്പോൾ നമ്മൾ അന്തരീക്ഷ വായുവിൽ നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ എന്ത് ചെയ്യും വാട്ടർ കുളത്തിൽ നിന്നും സമുദ്രത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കിണറിൽ നിന്നും ഒക്കെ ഇത് മുകളിലേക്ക് നദികളിൽ നിന്നൊക്കെ ഇത് അബ്സോർബ് ചെയ്യും. ഈ എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വാട്ടർ വേപ്പർ അത് അബ്സോർബ് ചെയ്യും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു പരമാവധി വാട്ടർ വേപ്പറിൻ്റെ ഒരു അളവുണ്ട്. ആ അളവിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ അതിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല ആ ടെമ്പറേച്ചറിൽ. ആ അളവിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള എയറിനെയാണ് അപ്പോൾ നമ്മൾ സാച്ചുറേറ്റഡ് എയർ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ യൂണിറ്റ് മാസ് ഓഫ് മോയ്സ്റ്റ് എയർ ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ സെയിം മാസ് ഓഫ് മോയ്സ്റ്റ് എയർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ ഇത് പറയുന്നത് റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ യൂണിറ്റ് മാസ് ഓഫ് മോയ്സ്റ്റ് എയർ. അപ്പോൾ മോയ്സ്റ്റ് എയറിൽ ഉള്ള ഒരു വാട്ടർ വേപ്പറിൻ്റെ ഒരു അളവ് അത് എന്തിനോട് കൂടിയിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ സെയിം മാസ് ഓഫ് മോയ്സ്ചർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ അതേ ടെമ്പറേച്ചറിൽ ആ എയർ സാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിൽ എത്രത്തോളം മാസ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടാവും ആ ഒരു റേഷ്യോനാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 40 ഡിഗ്രി സെൽഷ്യസിലുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഏകദേശം ഒരു 5 കിലോ വാട്ടർ വേപ്പർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് 15 കിലോ വാട്ടർ വേപ്പർ ആണെന്ന് വിചാരിക്കുക ആ ടെമ്പറേച്ചറിൽ. അപ്പോൾ 5/15 ആ ഒരു റേഷ്യോനാണ് നമ്മൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ യൂണിറ്റ് മാസ് ഓഫ് മോയ്സ്ചർ. അപ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് ഗ്രാംസ് ഓഫ് വാട്ടർ വേപ്പർ പെർ കിലോഗ്രാം ഓഫ് എയർ. അപ്പോൾ ഒരു കിലോഗ്രാമിൽ എത്രത്തോളം വാട്ടർ വേപ്പർ ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ എ യൂണിറ്റ് വോള്യൂം ഓഫ് മോയ്സ്ചർ. അപ്പോൾ നേരത്തെ പറഞ്ഞത് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ യൂണിറ്റ് മാസ് ഓഫ് മോയ്സ്ചർ ആയിരുന്നു. ഇവിടെ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ എ യൂണിറ്റ് വോള്യൂം ഓഫ് മോയ്സ്ചർ. ഇവിടെ വോള്യൂം ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ ക്യൂബ് എയറിൽ എത്രത്തോളം മാസ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞത് ഒരു കിലോഗ്രാമിലായിരുന്നു. ഓക്കെ,
1 കിലോഗ്രാമിൽ എത്ര ഗ്രാമാണ് ഈ പറയുന്ന മാസ് ഓഫ് വാട്ടർ വേപ്പർ എന്നായിരുന്നു സ്പെസിഫിക് ഹ്യൂമിഡിറ്റി പറഞ്ഞത്. അടുത്തത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോള്യൂം ഓഫ് മോയ്സ്ചർ to the mass of water vapor in the same volume of saturated air at the same temperature and pressure. It is briefly written as relative humidity. അപ്പോൾ ഇത് പറയുന്നത് റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോള്യൂം ഓഫ് മോയ്സ്ചർ. അപ്പോൾ ഈ ഗിവൺ വോള്യൂം ഓഫ് മോയ്സ്ചർ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൺ വോള്യൂം ഓഫ് മോയ്സ്ചർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പ് എഴുതിയത് ഇത് നോക്കാം, മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർസെൻറ്റ് ഇൻ എ യൂണിറ്റ് വോള്യൂം ഓഫ് മോയ്സ്ചർ. അപ്പോൾ അത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓഫ് എ ഗിവൺ വോള്യൂം ഓഫ് എയർ ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ സെയിം വോള്യൂം ഓഫ് സാച്ചുറേറ്റഡ് എയർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പം ഈ പറയുന്ന പോലെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓഫ് മോയ്സ്ചർ ഡിവൈഡഡ് ബൈ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓഫ് സാച്ചുറേറ്റഡ് എയർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് ആ രീതിയിൽ നമുക്ക് പറയാം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓഫ് മോയ്സ്റ്റ് എയർ ഡിവൈഡഡ് ബൈ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓഫ് സാച്ചുറേറ്റഡ് എയർ. ആ രീതിയിൽ നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ പറയാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിലുള്ള ഒരു നിശ്ചിത വോള്യൂം ഓഫ് എയറിൽ എത്രത്തോളം മാസ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട് നോക്കാം, അതേ ഡിവൈഡഡ് ബൈ അതേ എയർ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ എത്രത്തോളം വാട്ടർ വേപ്പർ ഉണ്ടാവും എന്ന് നോക്കാം. അപ്പോൾ ആ ഒരു റേഷ്യോനാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അടുത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ വെൻ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദ എയർ. ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ TD ഓർ TDB അല്ലെങ്കിൽ DBT എന്നൊക്കെ പറയും. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു തെർമോമീറ്ററിൽ എത്രത്തോളമാണോ ടെമ്പറേച്ചർ കാണിക്കുന്നത് അതിനെയാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു മെർക്കുറി തെർമോമീറ്റർ എടുക്കുകയാണ് അല്ലെങ്കിൽ വേറൊരു തെർമോമീറ്റർ എടുക്കുകയാണ്, ആ തെർമോമീറ്റർ എടുത്തിട്ട് ജസ്റ്റ് നോക്കുന്ന സമയത്ത് അപ്പോൾ ആ പെർസെൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കാണിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ വെൻ ഇറ്റ്സ് ബൾബ് ഈസ് സറൗണ്ടഡ് ബൈ എ വെറ്റ് ക്ലോത്ത് എക്സ്പോസ്ഡ് ടു ദ എയർ. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. നമ്മൾ ആ ടെമ്പറേച്ചറിൻ്റെ ഒരു സെൻസർ അല്ലെങ്കിൽ ഒരു ബൾബ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ മെർക്കുറി ആണെങ്കിൽ മെർക്കുറി വന്ന് നിൽക്കുന്ന താഴത്തൊരു ഭാഗം. അപ്പോൾ ആ ഭാഗത്ത് നമ്മളൊരു നനഞ്ഞ തുണി ചുറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ആ തുണി ചുറ്റി വെച്ചിട്ട് വയ്ക്കുന്ന സമയത്ത് അതിൽ എത്രത്തോളം ടെമ്പറേച്ചർ കാണിക്കുന്നു അതിനെയാണ് നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ഇറ്റ്സ് ബൾബ് ഈസ് സറൗണ്ടഡ് ബൈ എ വെറ്റ് ക്ലോത്ത് എക്സ്പോസ്ഡ് ടു ദ എയർ. വെറ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് വെറ്റ് ക്ലോത്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. വെറ്റ് ക്ലോത്ത് എന്ത് ചെയ്യണം, ആ തെർമോമീറ്ററിൻ്റെ ബൾബിന് ചുറ്റും വെറ്റ് ക്ലോത്ത് ചുറ്റിയിട്ട് ആ ബൾബ് സാധാരണ നമ്മൾ അന്തരീക്ഷവായുമായിട്ട് സമ്പർക്കം വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ആ തെർമോമീറ്റർ അപ്പോൾ കാണിക്കുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം നനഞ്ഞ തുണി ചുറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ ചെറുതായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം കുറയും എന്നുള്ളതൊക്കെ വേറെ കുറേ കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ പിന്നീട് പറയുമ്പോൾ മനസ്സിലാവും. അടുത്തത് വെറ്റ് ബൾബ് ഡിപ്രഷൻ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അറ്റ് എനി പോയിന്റ്. ദ വെറ്റ് ബൾബ് ഡിപ്രഷൻ ഇൻഡിക്കേറ്റ്സ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് ദ എയർ. അപ്പോൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് തെർമോമീറ്ററും വെറ്റ് ബൾബ് തെർമോമീറ്ററും തമ്മിലുള്ള അതിൻ്റെ റീഡിങ്ങിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരു തെർമോമീറ്റർ എടുത്ത് ജസ്റ്റ് അന്തരീക്ഷ ഊഷ്മാവ് അളന്നപ്പോൾ 30 ഡിഗ്രിയാണ് എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ അതേപോലെ തന്നെ വേറൊരു തെർമോമീറ്റർ എടുത്തിട്ട് അതിൻ്റെ ഈ ബൾബ് അല്ലെങ്കിൽ ഈ മെർക്കുറി നിൽക്കുന്ന ഭാഗത്ത് നമ്മളൊരു നനഞ്ഞ തുണി ചുറ്റി കുറച്ച് നേരം വെച്ചതിന് ശേഷം അളന്നു കഴിഞ്ഞാൽ 30 ഡിഗ്രി ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുക, നിങ്ങൾക്ക് 28 ഡിഗ്രിയോ അല്ലെങ്കിൽ 27 ഡിഗ്രിയോ ഒക്കെ ആയിരിക്കും കിട്ടുക. കാരണം എന്താ, അതിൻ്റെ ആ ബൾബിനകത്ത് നമ്മൾ നനഞ്ഞ തുണി ചുറ്റിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പിന് പോകും അല്ലേ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടല്ലോ, ഒന്നിൽ 30 കാണിച്ചു അല്ലെങ്കിൽ ഒന്നിൽ 27 കാണിച്ചു. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെ വെറ്റ് ബൾബിൻ്റെയും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെയും റീഡിങ് തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെറ്റ് ബൾബ് ഡിപ്രഷൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ റെക്കോർഡഡ് ബൈ എ തെർമോമീറ്റർ വെൻ ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ഇറ്റ് ബിഗിൻസ് ടു കണ്ടൻസ്. അപ്പോൾ എയറിലുള്ള മോയ്സ്ചർ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തെ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് ഒരു പാത്രത്തിനകത്ത് കുറേ വാട്ടർ വേപ്പർ എടുത്തു. വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ വളരെ തണുത്ത വാട്ടർ വേപ്പർ അല്ലെ വളരെ ചൂട് കൂടിയ വാട്ടർ വേപ്പർ എടുത്തു. അപ്പോൾ വാട്ടർ വേപ്പർ എടുക്കുന്ന സമയത്ത് ആ പാത്രത്തിനകത്ത് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. ഇപ്പോൾ ഒരു 150 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അല്ലെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക വേപ്പറിൻ്റെ ടെമ്പറേച്ചർ. എന്നിട്ട് നമ്മളതിനെ തണുപ്പിക്കുക. അപ്പോൾ തണുപ്പിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വാട്ടർ വേപ്പർ വെള്ളമായിട്ട് മാറാൻ തുടങ്ങും. ആദ്യം ഈ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് വന്ന്
ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യാൻ തുടങ്ങും, അത് കണ്ടൻസ് ചെയ്ത് വെള്ളത്തുള്ളികളായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ ആ വെള്ളത്തുള്ളികളായിട്ട് മാറുന്ന ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചറിനെയാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യ ഒരു ഘട്ടത്തിൽ പഠിക്കാനുള്ളത്. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത സബ്സീക്വൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ അത് പഠിക്കാം. അപ്പോൾ ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഓഫ് എയർ. ഇതിനെയാണ് ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെയും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഓഫ് എയറിനെയും അത് തമ്മിലുള്ള വ്യത്യാസത്തിനാണ് ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അടുത്തത് സൈക്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. സൈക്രോമെട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സൈക്രോമീറ്റർ എന്ന് പറയുന്നത്. സൈക്രോമീറ്റർ വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് സൈക്രോമീറ്റർ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഇത് നോക്കുക, ഇതിനിവിടെ ഒരു ഹാൻഡിലുണ്ട്, അതേപോലെ ഇവിടെ ഒരു കേസിങ്. ഇതിൽ 2 തെർമോമീറ്റർ ഉണ്ട്, 2 തെർമോമീറ്റർ. ഒന്ന് വെറ്റ് ബൾബ് തെർമോമീറ്ററും ഒന്ന് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഇങ്ങനെ 2 തെർമോമീറ്റർ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വെറ്റ് ബൾബ് തെർമോമീറ്ററിൻ്റെ ഏറ്റവും താഴെ നോക്കുക, ഇവിടെ ഒരു തുണി ചുറ്റിയിരിക്കുന്നതാണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ താഴ്ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടെ ഫ്രീ ആണ്. പക്ഷേ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ താഴ്ഭാഗത്ത് വെറ്റഡ് വിക്ക് എന്ന് പറഞ്ഞാൽ നനഞ്ഞ ഒരു തുണി അതിൽ ചുറ്റിയിരിക്കുന്നു എന്നുള്ളതിനെ അർത്ഥമാക്കണ്ടുള്ളൂ. അതേപോലെ ഈ ഹാൻഡിലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഹാൻഡിൽ പിടിച്ച് നമുക്കിതിനെ ചുറ്റും കറക്കാനായിട്ട് സാധിക്കും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്കിതിനെ ഒരു കീ ചെയിനിൽ കീ ഒക്കെ കറക്കുന്ന പോലെ നമുക്കിതിനെ ഇങ്ങനെ കറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തെർമോമീറ്ററുള്ള ഇതെടുക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ വെറ്റ് ബൾബ് തെർമോമീറ്ററിൻ്റെ വിക്ക് ഉണ്ടല്ലോ, ആ വിക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് അവിടെ തുണി ഉണ്ടാവും. ആ തുണിയിൽ നമ്മൾ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കും. വെള്ളം നനച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഹാൻഡിലിൽ വെച്ചിട്ട് ഇതിങ്ങനെ തിരിക്കാനായിട്ട് തുടങ്ങും. ഇതിങ്ങനെ തിരിക്കും. അങ്ങനെ കുറച്ച് നേരം തിരിച്ചു കഴിയുമ്പോൾ ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലും ഡ്രൈ ബൾബ് തെർമോമീറ്ററിലും വെറ്റ് ബൾബ് തെർമോമീറ്ററിലും 2 വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് കിട്ടും. അപ്പോൾ ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ കിട്ടുന്നത് നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ DBT എന്ന് പറയും. വെറ്റ് ബൾബ് തെർമോമീറ്ററിൽ കാണിക്കുന്നതിനെ നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ WBT എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ സൈക്രോമീറ്റർ. ഈ സൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി തുടങ്ങിയ സംഗതികളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഡ്യൂ പോയിൻ്റ് ഡിപ്രഷൻ തുടങ്ങിയ ഒരുപാട് കാൽക്കുലേഷൻസിന് നമുക്കിത് വളരെ ഉപകാരമുള്ള ഒരു സംഗതിയാണ്. നമ്മളുടെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ സാധനം വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു റീഡിങ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. There are many types of psychrometers, but the sling psychrometer, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചാണ് കേട്ടോ സ്ലിംഗ് സൈക്രോമീറ്റർ, as shown in figure, is widely used. It consists of a dry bulb thermometer and a wet bulb thermometer mounted side by side in a protective case that is attached to a handle by a swivel connection so that the case can be easily rotated. അപ്പോൾ വെറ്റ് ബൾബും ഡ്രൈ ബൾബ് തെർമോമീറ്ററും 2 തെർമോമീറ്ററും സൈഡ് ബൈ സൈഡ് ആയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കേസിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. അതുപോലെ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ ഹാൻഡിൽ, ഒരു ഹാൻഡിലിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ബൈ എ സിവൽ കണക്ഷൻ. അപ്പോൾ ഹാൻഡിലിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എങ്ങനെ ഫിക്സഡായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സിവൽ കണക്ഷനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ദ കേസ് ക്യാൻ ബി ഈസിലി റൊട്ടേറ്റഡ്. അതുകൊണ്ട് ഈ തെർമോമീറ്ററിൽ ഇരിക്കുന്ന ഈ കേസിംഗ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഈസ് ഡയറക്ട്ലി exposed to air and measures the actual temperature of the air. The bulb of the wet bulb thermometer is covered by a wick thoroughly wetted by distilled water. അപ്പോൾ ഡ്രൈ ബൾബ് തെർമോമീറ്ററിൻ്റെ ബൾബ് നേരിട്ട് എയറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അതേസമയം വെറ്റ് ബൾബ് തെർമോമീറ്ററിൻ്റെ അറ്റത്ത് നമ്മളൊരു നനഞ്ഞ തുണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദ ടെമ്പറേച്ചർ മെഷേർഡ് ബൈ ദിസ് വിക്ക് കവേർഡ് ബൾബ് ഓഫ് എ തെർമോമീറ്റർ ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് വാട്ടർ ഇൻ ദ വിക്ക് ആൻഡ് ഈസ് കോൾഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഈ പറയുന്ന വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ പറയുന്ന നനഞ്ഞ തുണി വെച്ച തെർമോമീറ്റർ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ തുണിയിലുള്ള ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. കാരണം അതിൽ നനഞ്ഞ തുണി പറഞ്ഞാൽ ആ വെള്ളത്തിന് എന്തായാലും ഒരു തണുപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചറായിട്ട് എടുക്കുന്നത്. ദ സ്ലിംഗ് സൈക്രോമീറ്റർ ഈസ് റൊട്ടേറ്റഡ് ഇൻ ദ എയർ ഫോർ അപ്രോക്സിമേറ്റ്ലി 1 minute, ആഫ്റ്റർ വിച്ച് readings from both the thermometers are taken. This process is repeated several times to assure that the lowest possible wet bulb temperature is recorded. അപ്പോൾ നമ്മൾ പലതവണ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യും, എന്നിട്ടാണ് നമ്മളിതിൻ്റെ റീഡിങ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും അതൊന്നുകൂടി പറയണം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് എയർ ആൻഡ് വാട്ടർ വേപ്പർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് പ്രഷേഴ്സ് വിച്ച് ഈച്ച് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് വുഡ് എക്സേർട്ട് if it occupied the same space by itself. In other words, the total pressure exerted by water and water vapor mixture is equal to the
barometric pressure. Mathematically, barometric pressure of the mixture PB is equal to PA plus PV, where PA is the partial pressure of dry air and PV is the partial pressure of water vapor. അപ്പോൾ നമ്മൾ പറയുന്നത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇത് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ മിക്സ്ചർ ഓഫ് വാട്ടർ വേപ്പറും ആൻഡ് ഡ്രൈ എയർ എടുക്കുകയാണ്, അല്ലെങ്കിൽ മോയിസ്റ്റ് എയർ എടുക്കുകയാണ്. അപ്പോൾ മോയിസ്റ്റ് എയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അതിലുള്ള വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ പ്ലസ് അതിലുള്ള ഡ്രൈ എയറിൻ്റെ പ്രഷർ. ഈ ഡ്രൈ എയറും വാട്ടർ വേപ്പറും ചേരുമ്പോഴാണല്ലോ മോയിസ്റ്റ് എയർ ആവുന്നത്. അപ്പോൾ ഈ മോയിസ്റ്റ് എയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഈക്വൽ ടു ഡ്രൈ എയറിൻ്റെ പ്രഷർ പ്ലസ് വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ. ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്. അടുത്തത് സൈക്രോമെട്രിക് ചാർട്ടാണ്. സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചാർട്ടാണ്. സൈക്രോമെട്രിക് ചാർട്ട് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേരിയസ് thermodynamic properties of moisture. The psychrometric chart is very useful for finding out the properties of air which are required in the field of air conditioning and eliminate a lot of calculations. അപ്പോൾ psychrometric chart എന്ന് പറയുന്നത് it is a representation of various thermodynamic properties of മോയിസ്ചറിൻ്റെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസിനെ സൂചിപ്പിക്കുന്ന ഒരു ചാർട്ടാണ് സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. ഈ സൈക്രോമെട്രിക് ചാർട്ടാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഈ സൈക്രോമെട്രിക് ചാർട്ടിൻ്റെ താഴ്ഭാഗത്ത് നോക്കുക, അതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതിൻ്റെ വൈ ആക്സിസ് എന്ന് പറയുന്നത് വലതുവശത്ത് കാണുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഇതിൻ്റെ താഴ്ഭാഗത്ത് തന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വൈ ആക്സിസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ്. പിന്നെ ഇവിടെ രണ്ട് നമ്മൾ സ്കെയിൽ ഇതിനോടുകൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടതുവശത്ത് വേപ്പർ പ്രഷർ ഇൻ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി, അതുപോലെ ഇവിടെ വലതുവശത്ത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നൊരു സാധനം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ സാധനം എൻതാൽപ്പി ആണ് കാണിച്ചിരിക്കുന്നത്. എൻതാൽപ്പിയുടെ ഒരു സ്കെയിലാണ് ഈ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, എൻതാൽപ്പി ആയി, ഇവിടെ വാട്ടർ വേപ്പർ പ്രഷർ ആയി, അതേപോലെ സെൻസിബിൾ ഹീറ്റായി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആയി, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറായി. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇങ്ങനെ ചിരിഞ്ഞ് വരച്ചിരിക്കുകയാണ് കേട്ടോ. ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഈ എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ ഇതിന് പാരലായിട്ട് വരച്ചിരിക്കുന്നതൊക്കെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. അതേപോലെ സ്പെസിഫിക് വോള്യം എന്താണ് നോക്കുക. സ്പെസിഫിക് വോള്യം മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. സ്പെസിഫിക് വോള്യം ലൈൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. സ്പെസിഫിക് വോള്യം എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം വോള്യം പെർ കിലോഗ്രാം. 1 കിലോഗ്രാമിൽ എത്ര വോള്യം ഉണ്ട്, അല്ലെങ്കിൽ 1 കിലോഗ്രാം എയർ എന്ന് പറഞ്ഞാൽ എത്ര വോള്യമാണ്, അല്ലെങ്കിൽ യൂണിറ്റ് കിലോഗ്രാം ഓഫ് എയർ എന്ന് പറയുന്നത് എത്ര വോള്യമാണ്, അതിനാണ് സ്പെസിഫിക് വോള്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് വോള്യത്തിൻ്റെ ലൈൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓരോ ടെമ്പറേച്ചറിലും ഓരോ കിലോഗ്രാം എയറിൻ്റെയും വോള്യം ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുള്ളൂ, ടെമ്പറേച്ചർ മാറുമ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി മാറും. ഡെൻസിറ്റി മാറുന്നതിനനുസരിച്ച് ഓരോ കിലോഗ്രാം ഓഫ് എയറിൻ്റെയും വോള്യം കൂടും അല്ലേ. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ എയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി കുറഞ്ഞ എയർ ആണെങ്കിൽ 1 കിലോ എയർ എടുത്തു കഴിഞ്ഞാൽ കണ്ടമാനം ഉണ്ടാവും, വലിയൊരു കണ്ടെയ്നറിൽ നിറയ്ക്കേണ്ടി വരും. അതേസമയം ഡെൻസിറ്റി കൂടിയ എയർ ആണെങ്കിലോ, 1 കിലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ വോള്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സ്പെസിഫിക് വോള്യം കാണിക്കുന്ന ഒരു ലൈൻസാണ് ഇത്. അപ്പോൾ സ്പെസിഫിക് വോള്യം ലൈൻസ് ഉണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് ഉണ്ട്. പിന്നെ നോക്കുക, ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞൊരു കർവ് പോലെ പോകുന്നുണ്ട്, കുറേ സാധനമുണ്ട്, കുറേ കർവുകളുണ്ട് കണ്ടോ. ഈ കർവ്ഡ് ലൈൻസിനെയൊക്കെ പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ആണ് കേട്ടോ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഇവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 30, 40, 50, 60 അങ്ങനെ ഉണ്ടാവും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. പിന്നെ ഏറ്റവും അറ്റത്ത് കാണുന്ന ലൈനിനെ നമ്മൾ പറയാം സാച്ചുറേഷൻ കർവ് എന്ന് പറയും. സാച്ചുറേഷൻ കർവിനെയാണ് ഈ ഏറ്റവും അറ്റത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കാം, ഇവിടെ വെറ്റ് ബൾബ് ഡ്യൂ പോയിൻ്റ് ഓർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, സാച്ചുറേഷൻ ടെമ്പറേച്ചറൊക്കെ ഈ സംഗതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഈ കാണിച്ചിരിക്കുന്ന ഈ ലൈൻസൊക്കെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. പിന്നെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഓർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ അതും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ലൈനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നന്നായിട്ട് ഈ ലൈൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. എക്സാമിന് നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, സൈക്രോമെട്രിക് ചാർട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. എന്താണ് സൈക്രോമെട്രിക് ചാർട്ട് എന്ന് ചോദിക്കും. സൈക്രോമെട്രിക് ചാർട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോയിസ്റ്റ് എയറിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു ചാർട്ടാണ് സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വൈ ആക്സിസിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻസ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ലൈൻസാണ് അതിലുള്ളത്, അതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഷേപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാൻ പോകുന്നു. അപ്പോൾ ഇൻ എ സൈക്രോമെട്രിക് ചാർട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് ടേക്കൺ ആസ് ആബ്സിസ ആൻഡ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആസ് ഓർ മോയ്സ്ചർ കണ്ടന്റ് ആസ് ഓർഡിനേറ്റ്. അടുത്ത ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് ആർ വെർട്ടിക്കൽ.
പാരലൽ ടു ദ ഓർഡിനേറ്റ് ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ്. അപ്പോൾ ഇതാണ് ഈ ചിത്രത്തിൽ നമ്മൾ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഓരോ ഭാഗവും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പരിശോധിക്കുക കേട്ടോ. ഇതെല്ലാം കൂടിയാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൂടിയാണ് നേരത്തെ നിങ്ങൾ കണ്ട ചാർട്ടിൽ കണ്ടത്. അപ്പോൾ ആ ചാർട്ടിൽ കണ്ട ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെയാണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ കാണിച്ച ചിത്രമാണ് നിങ്ങൾക്ക് സൈക്രോമെട്രിക് ചാർട്ട് പറഞ്ഞിട്ട് ആദ്യം കാണിച്ച ചിത്രമാണ് ഉണ്ടാവുക. അതിൽ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ഇനി പറയാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കില്ല നമുക്ക് ഈ ഒരു ചാർട്ട് നമ്മൾ വാങ്ങാൻ ഈ കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് ഈ ചാർട്ട്. അപ്പോൾ ആ ചാർട്ടിൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒറ്റ ഗ്രാഫിലാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് വരച്ചതിന് ശേഷം പിന്നെ അത് മൊത്തത്തിൽ വരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് ആർ വെർട്ടിക്കൽ ലൈൻസിനാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് പറയുമ്പോൾ. താഴത്ത് നോക്കുക, ഈ ചിത്രത്തിൻ്റെ താഴെ -6, 5, 10, 15, 20 ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ y ആക്സിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഈ 30 എന്നുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 30 എന്നുള്ള ഈ ലൈനിൽ കൂടെ പോകുന്ന സമയത്ത് ഈ ലൈനിൽ കൂടെ നമ്മൾ ഏത് ഭാഗത്ത്, ഇപ്പോൾ ഈ പോയിൻ്റർ പോകുന്ന ഭാഗത്തൊക്കെ ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് തെർമോമീറ്ററിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇതുവഴി പോകുന്ന ഭാഗത്തൊക്കെ എയറിൻ്റെ ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഈ നോക്കുക, 35 ഡിഗ്രി സെൽഷ്യസിന് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നോക്കുക. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഈ പോയിന്റിലും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി 35 ഡിഗ്രി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ ഈ ഭാഗത്തൊരു പോയിന്റുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ വരുന്ന സമയത്ത് ഇവിടെ 35 ഡിഗ്രിയാണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ ഇവിടെ കൂടിയ സമയത്ത് 35 ഡിഗ്രിയാണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്ര മാറ്റം വന്നാലും ഇവിടെ നോക്കുക, ഇവിടെ 35 ഡിഗ്രി മാറുന്നില്ല. ഇത് ഇതേപോലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി മാത്രമല്ല പലതരത്തിലുള്ള റീഡിങ്സും പലതരത്തിലുള്ള പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തായാലും ഈ വെർട്ടിക്കൽ ലൈനിലൂടെ പോകുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തൊട്ടിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലൈനിലുള്ള ടെമ്പറേച്ചർ എത്രയാണോ അതാണ് വരിക. അപ്പോൾ 40 തൊട്ടിട്ടെങ്കിൽ അവിടെ 40 ടെമ്പറേച്ചർ. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയായിരിക്കും ആ കണ്ടീഷനുള്ള എയറിൻ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 ഡിഗ്രി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് എത്രയാണ് ഇതിൻ്റെ തെർമോമീറ്ററിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ എത്രയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ 20 ഡിഗ്രി ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് പലതും തരും. ഇപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ലൈൻസ് കൂടെ പോകുന്നുണ്ടാവും, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ റീഡിംഗ് ഇവിടെ ഉണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഉണ്ട്, അങ്ങനെ പല ടെമ്പറേച്ചറുണ്ട്. പക്ഷേ എന്നാലും അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 20 എന്ന് പറയുമ്പോൾ 20 ആണ്. ഇനി ഈ പോയിന്റിലാണെങ്കിൽ 20 ഇപ്പോൾ ഈ പോയിന്റിലാണെങ്കിൽ 30 ഇവിടെയാണെങ്കിൽ 35 ഇവിടെയാണെങ്കിൽ 40 ഇവിടെയാണെങ്കിൽ 40 ഇങ്ങനെ മാറി മാറി എവിടെ തൊട്ടാലും ഈ വെർട്ടിക്കൽ ലൈനിൽ കാണിക്കുന്നതാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അടുത്ത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓർ മോയ്സ്ചർ കണ്ടന്റ് ലൈൻസ്. അപ്പോൾ ആ ലൈൻസ് എങ്ങനെയാണ്? ഇത് നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കൽ അല്ല, ഇത് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ എവിടെ തൊട്ടാലും ആ ഭാഗത്തുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ റീഡിങ്, ഇവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണെന്നുള്ളത് നമ്മുടെ അടുത്ത് പറയും. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടാന്നുള്ളൂ, ഇവിടെ അതിൻ്റെ റീഡിംഗ് ഉണ്ടാവും. അപ്പോൾ ആ റീഡിംഗ് എത്രയാണ് വരുന്നത് അതാണ് ഈ ലൈനിലൊക്കെ ഉണ്ടാകുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ലൈൻസ്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ലൈൻസ് ആർ ഹൊറിസോണ്ടൽ ആൻഡ് നോൺ യൂണിഫോംലി സ്പേസ്ഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ കണ്ട റീഡിംഗ് എല്ലാം ലൈൻസ് എല്ലാം യൂണിഫോംലി സ്പേസ്ഡ് ആയിരുന്നു. ഇവിടെ നോക്കുക, ഈ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ലൈൻ വന്നു, പിന്നെ ഇവിടെ ഒരു ലൈൻ വന്നു, പിന്നെ ഇവിടെ ഒരു ലൈൻ വന്നു. ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ, ഇവിടെ 25-ൻ്റെയും 15-ൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നോക്കുക, അതേപോലെ 15-ൻ്റെയും 5-ൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നോക്കുക. ഈ ഗ്യാപ്പ് ഒരിക്കലും യൂണിഫോം ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ വെർട്ടിക്കൽ അല്ല ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഈ പറയുന്ന ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ലൈൻസ് പ്ലേസ് ചെയ്യാം. അടുത്ത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻസ് ആണ്. ഈ ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻസും ഈ പറഞ്ഞ പോലെ എന്താണ്, യൂണിഫോംലി സ്പേസ്ഡ് അല്ല. കണ്ടോ, ഇങ്ങനെ ചെരിഞ്ഞിട്ട് പോകുന്ന ഈ ലൈൻസ് ഒന്നും ഇതിൻ്റെ സ്പേസിങ് യൂണിഫോം അല്ല. അടുത്ത് എൻതാൽപ്പി അല്ലെങ്കിൽ ടോട്ടൽ ഹീറ്റ് ലൈൻസ്. എൻതാൽപ്പി ലൈൻസും ഈ പറഞ്ഞ പോലെ ഇൻക്ലൈൻഡ് ലൈൻസ് ആണ്. ഇത് യൂണിഫോംലി നോക്കാം, ആർ ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻസ് ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ് ആണ്. ഈ ലൈൻ നോക്കുക, ഈ ലൈൻസ് എല്ലാം യൂണിഫോംലി സ്പേസ്ഡ് ആണ്. ഇതിൻ്റെ ഇടയിൽ കുറേ ലൈൻ വരയ്ക്കാത്തതുകൊണ്ടാണ് അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ്. എന്നാലും അകത്ത് കാണിച്ചിരിക്കുന്ന ലൈൻസ് മുഴുവൻ എന്താണ്, യൂണിഫോംലി സ്പേസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ലൈന് ചെറിയ സ്കെയിൽ കാണിക്കുന്ന ഈ ചെറിയ ലൈൻസ് ഉണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഇൻക്ലൈൻ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഒക്കെ കിട്ടുന്നത് അവിടുത്തെ എന്താണ്, അവിടുത്തെ എൻതാൽപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈനിൽ കൂടെ ഒക്കെ ഇതിന് പാരലായിട്ട് ഇങ്ങനെ ലൈൻസ് വരയ്ക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പേസ് ഈക്വലാണ്. നോക്കുക, ഈ ഒരു സ്കെയിൽ പോലെയുള്ള ഈ ഒരു ഭാഗത്ത് ഉള്ള എന്താ പറയുക, ഈ സ്പേസിങ് നോക്കാം. ഈ സ്പേസിങ് എല്ലാം യൂണിഫോംലി സ്പേസിങ് ഉണ്ടോ, നമുക്ക് ഇഷ്ടംപോലെ ലൈൻസ് വരയ്ക്കാം. അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഈക്വൽ ആവുന്ന രീതിയിൽ നമുക്ക് സുഖമായിട്ട് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എൻതാൽപ്പി ലൈൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് സ്പെസിഫിക് വോളിയം ലൈൻസ്. സ്പെസിഫിക് വോളിയം ലൈൻസ് എന്ന് പറയുന്നത്
യൂണിഫോംലി സ്പേസ്ഡ് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ലൈൻസ് ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ യൂണിഫോംലി സ്പേസ്ഡ് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ലൈൻസ് ആണ് സ്പെസിഫിക് കൂളിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. അടുത്ത് വേപ്പർ പ്രഷർ ലൈൻസ്. വേപ്പർ പ്രഷർ ലൈൻസ് ആർ ഹോറിസോണ്ടൽ ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ്. ജനറലി വേപ്പർ പ്രഷർ ലൈൻസ് ആർ നോട്ട് drawn in the main chart, but a scale showing vapor pressure in mm of H is given on extreme left of the chart. അപ്പോൾ സാധാരണ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഏരിയ, ഇതിൻ്റെ ഉള്ളിലല്ല ഈ വേപ്പർ പ്രഷർ കാണിക്കുന്നത്. വേപ്പർ പ്രഷർ ഇവിടെ നേരത്തെ നമ്മൾ ഫസ്റ്റ് ചിത്രം കാണിച്ചിട്ട് കാണാം, ലെഫ്റ്റ് സൈഡിലൊരു സ്കെയിൽ പോലെയുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു. ഈ ഭാഗത്താണ് വേപ്പർ പ്രഷർ കാണിക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇപ്പോൾ എല്ലാ പോയിന്റ് കൂടി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ 15-20 നോക്കുക, 20-25 നോക്കുക, 25-30 നോക്കുക, ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള സ്പേസ് എന്താണ്? ഈക്വലാണ്. കണ്ടോ? 15-ഉം 10-ഉം 15-ഉം 20-ഉം 25-ഉം തമ്മിലുള്ള സ്പേസ് എല്ലാം ഈക്വലാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല, ഈ മെയിൻ ചാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ലൈനാക്കി വരച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു സ്കെയിൽ വെച്ച് ഇങ്ങോട്ട് ഹൊറിസോണ്ടലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എത്രയാണ് ഈ പറയുന്ന വേപ്പർ പ്രഷർ കിട്ടുക എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു കർവാണ്, ഓരോ കർവുകളാണ് കേട്ടോ. അപ്പോൾ അതിൽ 20, 40, 60, 80 എന്നൊക്കെ ഇതിൻ്റെ, അപ്പോൾ ആ രീതിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. പിന്നെ 100 ഡിഗ്രി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആകുമ്പോൾ നമ്മളതിനെ പറയുക സാച്ചുറേഷനായി, അല്ലേ? 100% കൂടുതൽ ഇനി ഹ്യൂമിഡിറ്റി കൂടാൻ പറ്റില്ല. മാക്സിമം കിട്ടുന്ന ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 100%. അപ്പോൾ ആ 100% ആണ് ഈ സാച്ചുറേഷൻ കർവ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അറ്റത്ത് കാണിച്ചിരിക്കുന്നത്. സാച്ചുറേഷൻ കർവ് ഇതാണ് നമ്മളുടെ സാച്ചുറേഷൻ കർവ്. ഓക്കെ, അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന സൈക്രോമെട്രിക് ചാർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. ഓക്കെ.